രാജൻ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്, ഒരു മാസം പോലും ആയിട്ടില്ല, വിശ്വദത്തും അമ്മയും ബൈക്കിൽ പോകുന്നു, റോഡിലെ കുഴി കണ്ട് വെട്ടിക്കുന്നു. വിശ്വദത്ത് ദാരുണമായി തന്നെ കൊല്ലപ്പെടുന്നു. ഇന്നുണ്ടായ മരണവും അങ്ങേയറ്റം ദാരുണമായ മരണമാണ്. ആ റോഡിൽ ഒരു കുഴിയുണ്ട്. ആ കുഴിക്ക് അപ്പുറത്തുനിന്ന് വരുന്ന ആക്റ്റീവ ആ കുഴി വെട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ അപകടം നേരിട്ട് കുഴിയിൽ വീണ അപകടമല്ല. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പിന്നെയും എന്തുകൊണ്ടാണ് നിങ്ങൾ കോർപ്പറേഷനെതിരെ ഇന്ന് സമരം നടത്തിയത്? ശ്രീരാജൻ കെ പല്ലൻ. തൃശ്ശൂർ കോർപ്പറേഷനിലെ ഒരു വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന 3 റോഡ് അപകടങ്ങളാണ് ഇന്നടക്കം ഉണ്ടായിട്ടുള്ളത്. ഒരു വർഷത്തിനുള്ളിൽ 3 റോഡ് അപകടങ്ങളാണ് ഉണ്ടായത്. ഒരു വർഷം മുമ്പ് തൃശ്ശൂർ അടുത്തുള്ള ചിയാരം സ്വദേശി ഒരു വീട്ടമ്മ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഉടമസ്ഥയുള്ള റോഡിലുള്ള കുഴിയിൽ വീണ് മരിക്കുകയുണ്ടായി. ഏകദേശം ഒരു മാസം മുൻപ് വിഷ്ണുദത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അമ്മയുമായി വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള റോഡിലെ കുഴിയിൽ വീണ് മരിക്കുകയുണ്ടായി. അമ്മ ഗുരുതരമായി 7 വാരിയല്ലുകൾ ഒടിഞ്ഞ് തല 20 സ്റ്റിച്ചിട്ട് ഇന്നും ഓർമ്മയില്ലാതെ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. അതിനിടയിലാണ് നിരവധി അപകടങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്ന് ഏബൽ എന്ന് പറയുന്ന 34 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇന്ന് ബസ് കയറി മരിച്ചത്. ഈ ബസ് കയറി മരിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്ന റോഡ് PWD റോഡാണ്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ റോഡാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള റോഡാണ്. ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത് ജില്ലാ കളക്ടറുടെ വസതിക്ക് മുന്നിലുള്ള റോഡാണ്. ജില്ലാ കളക്ടറുടെ മൂക്കിന് താഴെയാണ് ഈ റോട്ടിൽ ഈ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. ഈ കുഴി രൂപപ്പെട്ടിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ, ഇതുമായി ബന്ധപ്പെട്ട അവിടുത്തെ കൗൺസിലറും കോർപ്പറേഷൻ കൗൺസിലർമാരൊക്കെ നിരവധി തവണ മന്ത്രിക്ക് ഫാക്സ് അയച്ചിട്ടുണ്ട്, PWD കത്ത് കൊടുത്തിട്ടുണ്ട്, കോർപ്പറേഷൻ കൗൺസിലിൽ പറഞ്ഞിട്ടുണ്ട്, പോലീസ് കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കുഴികൾ അടയ്ക്കണമെന്ന് പറഞ്ഞ് യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. അതേ റോഡിന്റെ അതേ സ്ട്രെച്ചിൽ തന്നെയാണ് ഈ കുഴിയുള്ളത്. ഇപ്പൊ നിങ്ങൾ അന്ന് വലിയ സമരങ്ങൾ നടത്തിയതാണ്, പ്രതീകാത്മകമായി ദേഹത്ത് ചോരയൊക്കെ ഒഴിച്ചുള്ള വലിയ സമരങ്ങൾ നടത്തിയതാണ്. എന്നിട്ടും ആ സ്ട്രെച്ചിലെ റോഡെങ്കിലും കുഴിയെങ്കിലും അടയ്ക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? 2 കിലോമീറ്റർ ഞാൻ പറഞ്ഞുതരാം. 2 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സംഭവം ഉണ്ടായി ഇപ്പോൾ MG റോഡിലെ വിഷ്ണുദത്ത് മരിച്ച 24 മണിക്കൂറിനുള്ളിൽ ആ കുഴി മാത്രം അടച്ചു. ഇപ്പോൾ ഈ ഏബൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ന് മരിച്ച ആ കുഴി മണിക്കൂറുകൾക്കുള്ളിൽ അടച്ചു. എന്തുകൊണ്ട് ഇത് മുമ്പ് ചെയ്യാൻ സാധിച്ചില്ല? ആവശ്യമായ പണമുണ്ട്, ആവശ്യമായ സാഹചര്യങ്ങളുണ്ട്. എന്നിട്ടും ജില്ലാ കളക്ടറുടെ വസതിക്ക് മുന്നിലുള്ള മൂക്കിന് താഴെയുള്ള ഈ റോഡ് അപകടങ്ങൾ ഉണ്ടാകുമെന്ന് എന്നും നിരന്തരം വാർത്തയുണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു മരണമുണ്ടായത്. ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ പേരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അല്ല, ഈ മേയർ എന്താണ് പറയുന്നത്? കേസെടുത്താൽ മാത്രമേ നഗരപിതാവ് റോഡല്ല. നഗരപിതാവ് മേയർ എന്ന് പറയുന്നത് മേയർ എന്ന് വളരെ ഹാപ്പിയിലാണ്. എന്തുകൊണ്ടാണ്? കോർപ്പറേഷൻ റോഡല്ലല്ലോ, PWD റോഡല്ലല്ലോ, പൊതുമരാമത്ത് മന്ത്രിയുടെ റോഡല്ലേ, അവർ മറുപടി പറഞ്ഞോട്ടെ എന്നാണ് മേയറുടെ വാക്കുകൾ. പക്ഷെ 2 മരണങ്ങൾ മുമ്പ് നടന്നു. അത് 2 കോർപ്പറേഷൻ റോഡിലാണ്. ഇപ്പോൾ കോർപ്പറേഷൻ റോഡിൽ ആൾ മരിക്കുമ്പോൾ PWD ഉദ്യോഗസ്ഥരും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ളവരും പറയുന്നു ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെയോ പൊതുമരാമത്തിന്റെയോ റോഡല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ബാധ്യതയില്ല. കോർപ്പറേഷൻ റോഡിൽ PWD റോഡിൽ ആളുകൾ കുഴിയിൽ വീണ് മരിക്കുമ്പോൾ മേയറും ഭരണ നേതൃത്വവും പറയുന്നു ഇത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് ബന്ധമില്ല. 2 മരിക്കുന്നതും LDF നേതൃത്വം തന്നെ. ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, ഒരു കാറ് പാസ് ചെയ്യുന്നു, ആ കാറിനെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു ബസ് പോകുന്നു, ആ ബസ്സിനെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഏബൽ എന്ന പയ്യൻ വണ്ടി ഓടിച്ചതുള്ള വസ്തുതയാണ്. അത് നമ്മൾ കാണാൻ വേണ്ടിയിരിക്കുകയല്ലേ. പക്ഷേ അതിന് ഓപ്പോസിറ്റ് വരുന്ന ഒരു സ്കൂട്ടർ ഒരു കട്ടർ കണ്ട് വെട്ടിച്ചപ്പോൾ ഈ പയ്യനും ലെഫ്റ്റ് സൈഡിലേക്ക് വെട്ടിക്കേണ്ട വന്നു. അങ്ങനെയാണ് ബസ്സിൻ്റെ അടിയിലേക്ക് പോയത്. അപ്പൊ ഇപ്പൊ ചിലർ ന്യായീകരിക്കുന്നു, കുഴിയിൽ ഈ ബൈക്ക് ചാടിയിട്ടില്ല, കുഴിയിൽ വീണിട്ടല്ല മരിച്ചത്, മറ്റ് കാരണങ്ങളെ കൊണ്ടാണ് മരിച്ചതെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ആ കുഴി തന്നെയാണ്. ഈ പറഞ്ഞ റോഡിലെ നിശ്ചിത ബസ്സുകൾ മാത്രമേ പോകാൻ പാടുള്ളൂ. പക്ഷേ ആ നിശ്ചിത ബസ്സുകൾക്ക് പുറമെ നിരവധി ബസ്സുകൾ
പോലീസിന്റെ നിയന്ത്രണമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത ട്രാഫിക് ജാമാണ് തൃശ്ശൂർ പട്ടണം മുഴുവൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പയ്യൻ ജോലിക്ക് പോകുന്നത് കുന്നംകുളത്തേക്കാണ്, ബാങ്കിലാണ് ജോലി. അപ്പൊ 9 മണിക്ക് മുമ്പായി ഇവിടുന്ന് പോയി ഈ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ പരിഹരിച്ച് അവിടെ എത്തണമെങ്കിൽ സാധാരണഗതിയിൽ ഒരു 3/4 മണിക്കൂർ വേണ്ടി വരുന്ന സ്ഥലത്ത് ഇന്ന് 2 മണിക്കൂറോളം വരും, അല്ലെങ്കിൽ 1.5 മണിക്കൂറോളം വരും ട്രാഫിക് ബ്ലോക്ക് കാരണം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ബസ്സിലേക്ക് ഓവർടേക്ക് ചെയ്ത് ബൈക്ക് എടുത്ത് പോയി എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈ മരണത്തിന് ഉത്തരവാദി സംസ്ഥാന ഗവൺമെന്റ് ആണ്, ഉദ്യോഗസ്ഥരാണ്. കൃത്യമായി ഉത്തരം പറയണം. ഉത്തരം പറയണം. മാത്രമല്ല ജില്ലാ കളക്ടറുടെ വസതിക്ക് മുന്നിലാണ് ഈ കുഴി. അദ്ദേഹം ഓരോ മണിക്കൂറിലും ഓരോ ദിവസവും ഉത്തരവുകൾ ഇറക്കും. റോഡുകളെ കുഴി അടയ്ക്കണം എന്ന് വാർത്ത കൊടുക്കും. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടോ ഈ കുഴി അടയ്ക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നില്ല. ഉത്തരവുകളല്ലാതെ ഒന്നും നടപ്പാവുന്നില്ല. ഒരുപാട് ജോലി ഉണ്ടാവും.